ഹലോ, ആ സാറേ എന്റെ ജാതി സർട്ടിഫിക്കറ്റ് ഇന്ന് തരുവാ? ഇതാരാണ്? ഓ ഇത് ഇതാരാണ്? ഇത് ബിന്ദു. ആ, ബിന്ദുവാ? സാറിന് ഓർമ്മയില്ലേ ആ ഞാന്? ആ ആ, പറ. അല്ല, ജാതി സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടുവോ? ബിന്ദു, ജാതി സർട്ടിഫിക്കറ്റ് അത്ര പെട്ടെന്ന് തരാൻ പറ്റുന്നതല്ല ബിന്ദു. ഞാനൊന്ന് പറഞ്ഞിട്ടില്ലേ നീ വന്നേരം? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡാ, കുറച്ച് കാര്യങ്ങള് ചെയ്യാനുണ്ട്. അതല്ല ഇത്ര സമയവും അല്ല, എടുക്കുന്നത്. എനിക്ക് പിന്നെ നാളേക്ക് ആവശ്യമുണ്ടേനു. ഇന്ന് കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റൂ. നാളേക്ക് നിനക്ക് പെട്ടെന്ന് അങ്ങ് എടുത്തു തരാൻ പറ്റിയ സാധന? അല്ല സാറേ, ഇത് ജോലിന്റെ ആവശ്യത്തിനല്ലേ? അതെ, അത് മനസ്സിലായി. ജോലിന്റെ ആവശ്യത്തിന് തന്നെ. പക്ഷെ ഇത് നീ പറയുമ്പോഴേക്ക് നീ അപേക്ഷയില്ലായിരുന്നു. ഇത് കുറച്ച് പണിയുണ്ട്, അല്ല അതുകൊണ്ടല്ലേ. സാറല്ലേ പറഞ്ഞ വേഗം ആക്കി തരും. പിന്നെ ഇത് അത് അതെ, വേഗം ആക്കിത്തരും. ഞാൻ അത് നോക്കുന്നുണ്ട്. നിനക്ക് വേറെയും ജോലിയില്ലേ? ഇത് നോക്കുന്ന ഒരു ഓഫീസറല്ലേ? എന്നാലും ഒന്ന് പെട്ടെന്ന് ആക്കി തന്നിട്ടുണ്ടെ നല്ലേനു. അല്ല, ജോലി ഇത് എനക്ക് ലാസ്റ്റ് ചാൻസാ സാറേ. ലാസ്റ്റ് ചാൻസ് പറഞ്ഞാൽ ഇത്രയും കാലം നേടി പിന്നെ പരീക്ഷ ഒന്നും ഏതാണ്ട് പോയില്ലേന്നു. അത് പിന്നെ കൊറേ എഴുതീന്, അതിലൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഇപ്പൊ പിന്നെ തന്നെ എത്ര ഏഹ് ഏതാ അല്ല 35 വയസ്സായില്ലേ? അതുകൊണ്ടല്ലേ പറയുന്നു സാറിനോട്. ഞാനൊന്ന് നോക്കട്ടെ. വേഗം തരാൻ പറ്റുമോന്ന്. അപ്പൊ എപ്പോ തരുമെന്നാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ തരുവോ? ഇന്നും നാളെ രാവിലെ ഒന്നും ആവൂല ബിന്ദു. നീ എന്തെന്നാ, ഞാൻ അടുത്ത് പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് നിന്റെ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നോക്കിയാൽ മതിയാ? ജോലി അത് പോകൂലേ? അതങ്ങനെ പോയി പോവാ, അങ്ങനെ പോയി പോവാ. അങ്ങനെയാണെങ്കിൽ നീ ഇതെല്ലാം കുറച്ച് മുമ്പേ ആക്കി വെക്കണ്ടേ? അപ്പൊ ഏ അത് ആക്കി വെക്കാൻ ഞാനിത് കൊന്നിന്, അങ്ങനെ കിട്ടിയിട്ടില്ല. എന്നിട്ട് പിന്നെ ഇത് അത്യാവശ്യമായോണ്ടല്ലേ സാറിനോട് ഞാൻ പറയുന്നു. ഞാന് അത്യാവശ്യമായിട്ടാണ് സാറിനോട് പറയുന്നത് അറിയുമ്പോ ഞാനിത് പെട്ടെന്ന് എന്നെ ആക്കിത്തരാം. നാളേക്ക് ആക്കിത്തരാം. അല്ല, ഞാനീ പിന്നെ വേറെ ആരും കാണണ്ടല്ലോ, വില്ലേജ് ഓഫീസറെ കാണണോ? ഇനി വില്ലേജ് ഓഫീസറെ കണ്ടിട്ടെന്നാ വേണ്ടേ? ഞാനാണ് സെറ്റാക്കി റെഡിയാക്കി തരേണ്ടത്. വില്ലേജ് ഓഫീസർ പോയി കഴിഞ്ഞാലും അപേക്ഷയിലെ എനിക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഞാനാണെന്നെല്ലാം ടൈപ്പ് ചെയ്ത് ശരിയാക്കി തരേണ്ടത്. ഇനി അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ തരാം. പിന്നെ ഇത് വേഗം കിട്ടണമെങ്കിൽ നീ തന്നെ മനസ്സ് വെക്കണം. ഞാനൊരു കാര്യം പറഞ്ഞാല് അത് ചെയ്യാൻ പറ്റുമോ? ഇനി സമയം കഴിഞ്ഞതല്ലേ പറഞ്ഞേ? ജോലി പോകാതെ ഞാൻ നോക്കാം. എന്താ നാളെ എനിക്കിതെപ്പോ ലാസ്റ്റ് കൊടുക്കണ്ടേപ്പാ? അത് നാളെ രാവിലെ കൊടുക്കണം. നാളെ രാവിലെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അതല്ലേ സാറിനെ ഞാൻ ഇന്ന് വിളിച്ചത്. ഞാനൊരു കാര്യം ഞാനൊരു കാര്യം ചെയ്യാം. നീ എന്നാലൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇന്ന് നീ ഓഫീസിലേക്ക് വാ. ഞാൻ തരാം. ഏതാണ്ട് ഞാൻ വേഗം തന്നെ സെറ്റാക്കി വെക്കാം. പക്ഷെങ്കില് ഞാൻ പറയും പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. സാറേ, കാശാ? ഈ പറയുമ്പോ നീ കാശാന്ന് ചോദിക്കുന്നത്? കാശല്ലടൂ, ആയിരിക്കാം കാശ് വേണ്ടേ? പിന്നെന്താ? എന്നാ വേണ്ടെന്ന് വെച്ചാല് നീ എന്തും തരുവാ? സാറ് കാര്യം പറഞ്ഞല്ലേ എനിക്കറിയൂ. എന്തും ഇത് കിട്ടാൻ വേണ്ടി നീ എന്തും ചെയ്യാൻ തയ്യാറാണോ? സാറെന്താ ഉദ്ദേശിക്കുന്നേ? അത് പറ. ഞാൻ ഉദ്ദേശിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യും. നാളെ ഉച്ചയാകുമ്പോ ഇവിടെ ആരും ഉണ്ടാവില്ല. ഇവിടുത്തെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കുറെ ആൾക്കാർ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ വരുള്ളൂ. അപ്പൊ നീ എന്റെ ഓഫീസിലേക്ക്, എന്റെ കേബിളിലേക്ക് തന്നെ വരണം. വേറെ എവിടെയും പോറും. ഞാന് ഇതെല്ലാം ഇവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എനിക്ക് കിട്ടണ്ടെങ്കില് നീ വന്നിട്ട് സന്തോഷിപ്പിക്കണം. അല്ല, അതെങ്ങനെയാണ്? അതല്ലേ ഞാൻ ചോദിച്ചേ. ഒരാണുങ്ങളെ സന്തോഷിപ്പിക്കുക. നമുക്കിവിടെ വന്നിരുന്ന് കുറച്ച് തമാശയെല്ലാം പറഞ്ഞ്
രണ്ട് ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ അങ്ങനെ അങ്ങ് ഒന്ന് സന്തോഷിക്കാം. മനസ്സിലായോ? സാറ് പറയുന്ന ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അതന്നെ. അത് സാറിങ്ങനെ പെട്ടെന്ന് പറയുമ്പോ പെട്ടെന്ന് ഇതിപ്പോ പറയും നീ ഇത് എനിക്ക് മുന്നേ നിന്റെ അടുത്ത് ആദ്യം ഒരു അപേക്ഷ തന്നു, നീ ഇപ്പോ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷ തന്നു, അത് വീണ്ടും ചോദിച്ച് അങ്ങനെ എന്ത് തരേണ്ട സാധനം എന്നുള്ളത് നിന്റെ അടുത്ത് ഉള്ളിലല്ലേ എടുത്തങ്ങ് തരൂല്ലേ കൊണ്ടു. അങ്ങനെയല്ല സാറിന് എന്താണ് സാർ അതെങ്ങനെയാണ് ശരിയാവുകയെന്ന് ഞാൻ ആലോചിക്കുന്നു. അത് എങ്ങനെയാ ശരിയാവുക വെച്ചാല് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നിനക്ക് ജോലി കിട്ടുള്ളൂ. ശരിയാണ്. അപ്പോ നിനക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം, വേണ്ടേ? അപ്പൊ നിന്റെ ജാതി തെളിയിച്ചാലേ എനിക്ക് ആ ജാതിന്റെ ലെവലിൽ എനിക്ക് ജോലി കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഇനി അങ്ങനെ നിനക്ക് ഏജ് ഓവറായതുകൊണ്ട് ഇനി ഒരു ചാൻസും കുറവാണ്. അതല്ലേ സാറിനോട് വേഗം ആക്കി തരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില കാര്യങ്ങളൊക്കെ നേടുന്നത് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സഹിക്കണ്ടേ. പക്ഷെ ഇതൊരു നഷ്ടമില്ലല്ലോ, ചെറിയൊരു സഹകരിച്ചുള്ള ഒരു സംഗതികൾ. ആരും അറിയാനും മൂലം എനിക്ക് സർട്ടിഫിക്കറ്റും കിട്ടി, ബേജാറും വേണ്ട, ഒന്നും വേണ്ട. ഒന്ന് കണ്ണടച്ചാല് എന്താ ഒരു ചെറിയൊരു കളി, നമ്മളൊരു കളി കളിച്ചങ്ങ് പോന്നു. എടി മോളെ, ആരും അറിയൂല ഇതൊന്നും, എല്ലാരും അറിയുന്ന. അത് എങ്ങനെയാണ് ഉച്ചക്കാ വരണമെന്ന് പറഞ്ഞ സാറ്? ഉച്ചക്കല്ലേ വരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഓഫീസ് രാത്രി ഇറക്കി തുറന്നു വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ, സർക്കാർ ഓഫീസല്ലേ. എനിക്ക് ഇവിടുന്നല്ലേ ഞാൻ ഇത് തരണ്ടേ. അല്ല അപ്പൊ ഇത് സാർ അന്നേരം ശരിയാക്കി വെച്ചാ? ശരിയാക്കി വെച്ചോന്ന് ചോദിച്ചാല് നീ ഇതിനെ സമ്മതിച്ചാലും ഞാൻ ഇത് ശരിയാക്കി വെക്കും. അത് പിന്നെ ഇത്രയും സമയം കൊണ്ട് ഞാൻ മറ്റുള്ള ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെയും കൂടി ആവശ്യമല്ലേ, അപ്പൊ ഞാൻ ആ രീതിയിൽ റെഡിയാക്കി വെക്കും. എന്താ? എന്നാ പിന്നെ ഞാൻ ഉച്ചക്ക് വരാൻ നോക്കാം. നല്ല ഉറപ്പ് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റുള്ള ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്കിത് ചെയ്ത് റെഡിയാക്കി വെക്കും റെഡി വരുമ്പോഴേക്ക്. അല്ലാണ്ട് ഞാൻ നിന്നെ പറഞ്ഞു പറ്റിച്ചോലേ ഉള്ളൂ. എന്റെ അടുത്ത് സഹകരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞാല് ഇപ്പൊ തന്നെ ഞാൻ എല്ലാം മടിച്ച് അതിന്റെ പണി തുടങ്ങും. നീ ഉച്ചക്ക് ഒരു മണി 1:15 ആകുമ്പോഴേക്ക് ഒരു ഓഫീസിലെത്തിക്കും. അല്ല, എനിക്ക് ജോലി വേണോ, എന്നാലേ ഇത് കിട്ടൂന്നല്ലേ പറയുന്നത് സാറ് തരുള്ളൂ. പിന്നെ ഞാൻ പിന്നെ വഴിയൊന്നുമില്ല, അത് തന്നെ. പിന്നെ സാറ് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. നിനക്ക് ജോലിയും പോണം, എനിക്ക് നിന്റെ അതും പോണം, നിന്നെയും പോണം. അല്ലാണ്ട് ഇപ്പൊ എന്നാ ചെയ്യാം? വേറെ ഒന്നും ചെയ്യാനില്ല ഇതിന്റെ അകത്ത്. അല്ലെ പിന്നെ ഞാനിത് എല്ലാ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ ഈ സർട്ടിഫിക്കറ്റിന് പണിയെടുക്കുമ്പോഴേക്ക് നിന്റെ സമയവും കാലാവധിയെല്ലാം തീരും. പിന്നെ എനിക്കിത് കിട്ടിയിട്ടും കാര്യമില്ല. അതെ, അപ്പൊ അതിന്റെ ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് കൂട്ടിക്കോ. നമുക്ക് രണ്ടാക്കും ഒരു ഗുണമുള്ള കാര്യമാകുമ്പോ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പണിയെടുക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. എന്താ? ഞാന് ഉച്ചക്ക് വരാം. സാറ് റെഡിയാക്കി വെക്കൂലേ? ഞാൻ റെഡിയാക്കി വെക്കുകയും ചെയ്യും. പിന്നെ നീ വേറെ ആരോടൊന്നും പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇത് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തന്നെയാണ് മോശം. ആൾക്കാര് എന്നാ പിന്നെ മോളൊരു വേഗം റെഡി ആയിട്ട് വന്നു സർട്ടിഫിക്കറ്റ്